കുറേ നാളത്തെ ആഗ്രഹമാണ് ഒരു സ്ട്രോബെറി റോൾ കഴിക്കണമെന്ന്. ഈ യൂട്യൂബിലും ടി വിയിലുമൊക്കെ ഇതിൻ്റെ എപ്പോഴും ഉണ്ടാക്കുന്ന മേക്കിംഗ് വീഡിയോ ഒക്കെ കാണുമ്പോഴേ എനിക്ക് തോന്നാറുണ്ട് എനിക്കിതൊന്ന് കഴിച്ചാൽ കൊള്ളാമെന്ന്. പക്ഷേ ഉണ്ടല്ലോ ഇതുവരെ കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇതൊന്ന് കഴിക്കാനുള്ള അവസരം കിട്ടിയത്. പിന്നെ ഒന്നും നോക്കിയില്ലെന്നേ ഒരെണ്ണം അങ്ങ് ഓർഡർ ചെയ്തേ. ഇതുണ്ടാക്കുന്നതാണ് നല്ല രസമാണ് കേട്ടോ. എന്താണെന്നറിയോ, ആദ്യമേ 2 സ്ട്രോബെറി അങ്ങ് വെക്കുവേ. പിന്നെ നമ്മുടെ റെഡ് വെൽവെറ്റ് ഇല്ലേ, അതിൻ്റെ 2 കേക്ക് പീസ് വെക്കും. എന്നിട്ടുണ്ടല്ലോ പിന്നെ കുറച്ച് സിറപ്പും കാര്യങ്ങളും ഫ്രഷ് മിൽക്കും ഒക്കെ ഒഴിക്കും. പിന്നെ എന്തോ ക്രഷ് ചെയ്യുന്നൊരു സാധനം കൂടി ഇടുവേ. അത് കഴിഞ്ഞുണ്ടല്ലോ ആ ഉള്ളി കണക്കത്തെ സാധനം കേട്ടോ, അത് വെച്ച് തലങ്ങും വിലങ്ങും ഒക്കെ അത് ഇടിച്ചങ്ങ് മിക്സ് ചെയ്യും കേട്ടോ. നല്ല ഭംഗിയാണ് അത് മിക്സ് ചെയ്യുന്ന കാണാനായിട്ട്. കണ്ടോ, എനിക്കങ്ങ് നോക്കുമ്പോഴേ ആ നമ്മുടെ കുത്തു പൊറോട്ട ഉണ്ടാക്കുമ്പോഴത്തേക്കുള്ള മിക്സിങ് ഇല്ലേ, അതാണ് ഓർമ്മ വന്നത് കേട്ടോ. ഞാനുണ്ടല്ലോ വീട്ടിലൊരു ദിവസം ഐസ്ക്രീം ഉണ്ടാക്കിയായിരുന്നേ. പക്ഷേ ഉണ്ടല്ലോ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും ഭയങ്കര കട്ടി. അത് പിന്നെ പിള്ളേരുടെ അടുക്കലൊക്കെ ഉണ്ടല്ലോ നല്ല ഐസ്ക്രീമാണ്, വെറൈറ്റിയാണ്, പുതിയ രീതിയാന്നൊക്കെ പറഞ്ഞ് കൊടുത്ത് കഴിപ്പിച്ച് തീർത്തു. മിക്സിങ് നോക്കി നിൽക്കാൻ തന്നെ ഒരു രസമാണേ. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഐസ്ക്രീം അങ്ങനെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. അത് കണ്ട് ലെവലാക്കി പരത്തി വെക്കുവാണേ. അതുണ്ടല്ലോ ഒന്ന് കട്ടിയാകാനായിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടല്ലോ ഇതങ്ങോട്ട് കട്ടിയായിട്ട് റോളാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. എല്ലാം പെട്ടെന്നുള്ള പ്രോസസ്സാണ്. എനിക്ക് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും ഭയങ്കര ത്രില്ലായിട്ട് തോന്നിയത് കണ്ടപ്പോഴേ. അങ്ങനെ അവർ ആ റോള് കണ്ടല്ലോ ലാസ്റ്റ് സ്റ്റേജിലോട്ട് കടന്നു. ഇപ്പം അത് റോളാക്കാനായിട്ട് പോവുകയാണേ. പെട്ടെന്ന് കട്ട് ചെയ്ത ശേഷം പെട്ടെന്ന് തന്നെ റോളാക്കി അങ്ങ് എടുക്കുകയാണ് കേട്ടോ. ഓ, എത്ര പെട്ടെന്നാണെന്നറിയോ അവർ ഐസ്ക്രീം റോൾ ഉണ്ടാക്കിയത്. ഇനി അത് ഗാർണിഷ് ചെയ്യാനായിട്ട് പോവുകയാണ്. പെട്ടെന്ന് അത് ഗ്ലാസ്സിലാക്കി തന്നു. അതിനുശേഷം എന്തോ സിറപ്പൊക്കെ അതിൻ്റെ മുകളിൽ ഒഴിച്ചു. പിന്നെ കുറച്ചൊക്കെ ഗാർണിഷ് ചെയ്തു ഞങ്ങളുടെ കയ്യിലോട്ട് തന്നു. എന്ത് രസമായിട്ടാണ് അവർ ഗാർണിഷ് ചെയ്യാൻ നോക്കി. അത് കണ്ടപ്പോൾ തന്നെ ഉണ്ടല്ലോ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളം നിറഞ്ഞു. പിന്നെ ആരാദ്യം കഴിക്കൂന്നൊരു കൺഫ്യൂഷനായിരുന്നേ. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഉമ്മ ഉണ്ട്, ഉമ്മൂസുണ്ട്, ജാസും ഉണ്ട്, ഇത്ത ഉണ്ട്, സജിക്കയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോഴത്തേക്കും പിന്നെ ആദ്യം കുട്ടികളുടെ തന്നെ കൊടുത്തു. ഉമ്മൂസിനും ജാസുവിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി അത് ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ ഉമ്മൂസ് ഞങ്ങളുടെ എല്ലാം വായിലത് വെച്ച് തന്നു. ഞങ്ങളെല്ലാവരും കൂടി ഈട്ടി ഷെയർ ചെയ്തങ്ങ് കഴിച്ചു. ഓക്കേ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കേ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.